ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നില്ലേ ഷോപ്പിൽ നേരത്തെ തന്നെ പോകണം കേട്ടോ. എന്താണെന്നറിയാം, നമ്മളെ ഷോപ്പിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ എണീച്ചിട്ട് എന്തൊക്കെയോ എന്താ പറയുക കാട്ടിക്കൂട്ടി ഒപ്പിച്ചു കേട്ടോ. ഉമ്മാട് പറഞ്ഞു ഇന്ന് നേരത്തെ പോകണം, ഉമ്മാനിക്ക് ഒന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അത് പറ്റുന്ന രീതിയിൽ എന്തൊക്കെയോ ഞാൻ ഒപ്പിച്ച് കറിയെല്ലാം വെച്ച് സെറ്റാക്കിയിട്ട് അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല കേട്ടോ. കാരണം ഒന്നാമത് ലേറ്റായി, പിന്നെ അതും കൂടി ആഡ് ചെയ്യണമെങ്കിൽ സത്യം പറഞ്ഞാൽ തീരെ ടൈമില്ല. അപ്പോൾ ഞാൻ ചായയും ദോശയും അങ്ങനെ എന്തൊക്കെയോ ചെറിയ രീതിയിൽ അങ്ങനെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഉമ്മ പറഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി. അങ്ങനെ കഴിച്ച് നേരെ ഞാൻ നമ്മളെ റീഗൽ ജ്വല്ലേഴ്സിൻ്റെ ഫ്രണ്ടിലെത്തി. കണ്ടോ, ഒന്നാം വാർഷികമാണ് കേട്ടോ. ഇന്നത്തെ ദിവസം 23-ാം തീയതിയാണ് ഒന്നാം വാർഷികമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെക്കറേഷൻ കാര്യം അടിപൊളി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും എത്തി. കാരണം ഇന്ന് എല്ലാവരും കുറച്ച് നേരത്തെ തന്നെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും 8 മണിക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ എല്ലാവരോടും ചാടിക്കയറി അങ്ങ് സംസാരിക്കട്ടെ. എൻ്റെ ഒരു ശീലം അങ്ങനെയാണ് കേട്ടോ. പിന്നെ അവരോടെല്ലാം സംസാരിച്ച് ചോറ പറഞ്ഞ് നേരെ അങ്ങനെ ഓഫീസിലേക്ക് എത്തി കേട്ടോ. ഓഫീസിലാണെങ്കിൽ നല്ല തിരക്കാണ്, കാരണം എല്ലാവരും ഓരോ വർക്കിലാണ്. കാരണം ഇന്നത്തെ ദിവസം അങ്ങനെയുള്ള ദിവസമാണ്, ആനിവേഴ്സറി ഡേ ആയതുകൊണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതായിരുന്നു. പിന്നെ അതിനുശേഷം കേക്ക് കട്ടിങ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ആനിവേഴ്സറിയിൽ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ചെയർമാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് റീഗൽ ജ്വല്ലേഴ്സിൽ എത്തിയ ശേഷമുള്ള ഒരു ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ. കാരണം ഇതുവരെ ഞാനിങ്ങനെ ഒരു വ്ളോഗ് എടുത്തിട്ടില്ല. കാരണം വെച്ചാൽ ഒന്ന് നോമ്പ് പറഞ്ഞ സമയം ജസ്റ്റ് ഒരു നോമ്പ് ഇഫ്താറിൻ്റെ ടൈം എടുത്തതായിരുന്നു. ഇങ്ങനെ ഒരു ഓഫീസ് വർക്കും കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം ഇന്നത്തെ ശരിക്കും പറഞ്ഞാൽ റീഗൽ ജ്വല്ലേഴ്സ് എത്തിയിട്ട് ഏകദേശം 1 മാസം ആവുന്നേ ഉള്ളൂ. അൽഹംദുലില്ലാ ഒട്ടും വിചാരിക്കാണ്ട് എത്തിയതാണ് കേട്ടോ. ഇവിടെ ശരിക്കും മുന്നേ വർക്ക് ചെയ്ത് ഫർണിച്ചർ ഫീൽഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് എൻ്റെ ഡിഫറെൻ്റ് ആണ്. ഒരുപാട് പഠിക്കാനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അൽഹംദുലില്ലാ പഠിക്കാം. പിന്നെ അതിനുശേഷം ഞാൻ കുറച്ച് ലേറ്റായി ഞാൻ ഇറങ്ങി. അടുത്ത് തന്നെ നമ്മൾ കോക്ടെയിൽ ജ്യൂസ് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് നല്ലൊരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചു. പിന്നെ ഭയങ്കര ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് അമ്പി പറഞ്ഞു ഒരു ജ്യൂസ് കുടിച്ചോന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങി ജ്യൂസ് കുടിച്ചു കേട്ടോ. പിന്നെ നമ്മൾ മൈറസ്കായിട്ട് അമ്പി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മൈറസ്ക എന്ന് പറഞ്ഞാൽ ആരാന്നറിയാം, നമ്മളെ കോക്ടെയിൽ ഓണറാണ്. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ തീരെ വയ്യായിട്ട് നല്ല തലവേദന ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ലേറ്റായി ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ഉറക്കവും വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.